ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഒരു പ്രധാന കണ്ടൻറ്റുമായിട്ടാണ് വന്നത്. എന്താണെന്ന് വെച്ചാൽ ഓർഗാനിക് പ്രൊഡക്റ്റുകളും കെമിക്കൽ പ്രൊഡക്റ്റുകളും എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന്. ചില ആഡുകളിലൊക്കെ നാം കാണാറുണ്ട്, 2 ദിവസം കൊണ്ട് നിങ്ങളുടെ മുഖം ഗ്ലേസ് ആവും, അതുപോലെ തന്നെ 7 ദിവസം കൊണ്ട് നിങ്ങളുടെ മുഖം ഫെയർ ആകും. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റൻറ്റ് റിസൾട്ട് ഗ്യാരണ്ടീഡ് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ശരിയാണോ? ഈ പറയുന്നതൊക്കെ ശരിയാണ്. എന്നാൽ ഓർഗാനിക് പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സ്കിന്നിനെ റിപ്പയർ ചെയ്യാനേ അതിന് കഴിയുകയുള്ളൂ. റിപ്പയർ ചെയ്തുകൊണ്ട് അത് ഹീൽ ചെയ്യുകയാണ് അത് ചെയ്യുന്നത്, അതല്ലാതെ അത് എന്നാൽ കെമിക്കൽ പ്രൊഡക്റ്റുകൾ എന്താ ചെയ്യുക? അത് റിസൾട്ടിലേക്ക് ഫോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ്? അതിൽ സ്റ്റീറോയിഡുകളും കെമിക്കലുകളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ, വൈറ്റനിങ് ഏജൻറ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിനെ അവർ റിസൾട്ടിലേക്ക് എത്തിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് വേഗം കാണാനും കഴിയും. എന്നാൽ ഓർഗാനിക് പ്രൊഡക്റ്റുകൾ അങ്ങനെയല്ല. അതിനെ ഹീൽ ചെയ്തുകൊണ്ട് അതിനെ സ്കിന്നിനെ റിപ്പയർ ചെയ്യാനേ അത് സഹായിക്കുകയുള്ളൂ. കെമിക്കൽ പ്രൊഡക്റ്റുകൾ അത് സ്കിന്നിനെ ഡാമേജാണ് ചെയ്യുന്നത്. അത് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് നമുക്ക് തന്നെ കാണാനും സാധിക്കുന്നതായിരിക്കും. ഓർഗാനിക് പ്രൊഡക്റ്റുകൾ അതിൻ്റെ റൂട്ടിനെ അഡ്രസ് ചെയ്തായിരിക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ സമയമെടുക്കും. കെമിക്കൽ പ്രൊഡക്റ്റുകൾ അത് ഫോഴ്സ് ചെയ്യുകയാണ് സ്കിന്നിനെ ഫോഴ്സ് ചെയ്ത് അത് റിസൾട്ടിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു പനി വരുമ്പോൾ നമ്മൾ പാരസെറ്റമോൾ കഴിച്ചാൽ നമുക്ക് പനി വേഗം സുഖമാകും. അതുപോലെ ആ പനി വന്ന സമയത്ത് നമ്മൾ ചുക്ക് കാപ്പി ഉണ്ടാക്കിയിട്ടും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതിവിധികൾ ചെയ്താൽ പനി മാറുമോ? സമയമെടുക്കും. അതുപോലെ തന്നെയാണ് ഓർഗാനിക് പ്രൊഡക്റ്റുകളും കെമിക്കൽ പ്രൊഡക്റ്റുകളും. എന്നാൽ ആ പാരസെറ്റമോളിൻ്റെ ഡാമേജ് മാറ്റാൻ നമ്മളോട് സാധിക്കുമോ? ഇല്ല. ഇതുപോലെ തന്നെയാണ് ശരീരത്തിൽ ഓർഗാനിക് പ്രൊഡക്റ്റുകളും കെമിക്കൽ പ്രൊഡക്റ്റുകളും സ്കിന്നിലും പ്രവർത്തിക്കുന്നത്. ഓർഗാനിക് പ്രൊഡക്റ്റുകൾ വേഗം റിസൾട്ട് തരില്ല എന്നൊക്കെ ആളുകൾ പറയുന്നു. ശരിയാണ്. എന്നാൽ അതിൻ്റെ വാസ്തവം അതല്ല. അവർ കൺസിസ്റ്റൻസി ആയിട്ട് ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ അവർ ഉപയോഗിക്കാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ അവർ ആദ്യം ഉപയോഗിച്ച കെമിക്കൽ പ്രൊഡക്റ്റുകളുടെ ഡാമേജ് കൊണ്ടോ ഉള്ള പ്രശ്നമാണ്. അതല്ലാതെ ഓർഗാനിക് പ്രൊഡക്റ്റുകളുടെ പ്രശ്നമല്ല. കൺസിസ്റ്റൻസി ആയിട്ട് ഉപയോഗിച്ചാൽ ഓർഗാനിക് പ്രൊഡക്റ്റുകൾ കൊണ്ട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ഓർഗാനിക് പ്രൊഡക്റ്റുകൾ കൊണ്ടുള്ള റിസൾട്ട് നമ്മൾ ഒരു കുഞ്ഞ് വളർന്നു വരുന്നത് പോലെയാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുക. അത് അത്ര വേഗത്തിൽ കാണാൻ കഴിയുകയില്ല. മെല്ലെ മെല്ലെ അത് റിസൾട്ടിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും, സ്ലോ ഗ്രോത്ത് ഈസ് എ ഹെൽത്തി ഗ്രോത്ത്. ആളുകൾ പറയും ഓർഗാനിക് പ്രൊഡക്റ്റുകൾ എക്സ്പെൻസീവ് ആണെന്ന്. അത് റോ മെറ്റീരിയൽ എക്സ്പെൻസീവ് ആണെങ്കിലും അത് നമ്മൾക്ക് മെഡിക്കൽ കോസ്റ്റ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അത് ചെയ്യുന്നത്. ആളുകൾ പറയുന്നു ഓർഗാനിക് പ്രൊഡക്റ്റുകൾക്ക് ഷെൽഫ് ലൈഫ് കുറവാണെന്ന്. ഇത് ശരിയാണോ? ഇതും ശരിയല്ല. ഇതിൽ പ്രോപ്പർ ഫോർമുലേഷനും അതുപോലെ തന്നെ പ്രോപ്പർ പ്രിസർവേറ്റീവും പ്രോപ്പർ പ്രോസസ്സിങ്ങും നടക്കുകയാണെങ്കിൽ ഷെൽഫ് ലൈഫും അതിൽ കിട്ടാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. ആളുകൾക്കൊരു ധാരണയുണ്ട് ഓർഗാനിക് പ്രൊഡക്റ്റുകൾക്ക് അലർജി ഉണ്ടാകില്ല എന്ന്. ഇത് ശരിയാണ്. ഇതും ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ ഏത് പ്രൊഡക്റ്റിനും അലർജി ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് മഞ്ഞൾ, നീം, അതുപോലെ തന്നെ എസൻഷ്യൽ ഓയിൽ, ഇവകൾക്കൊക്കെ അലർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാം സൂട്ടാകണം എന്നില്ല. നാച്ചുറൽ ഡസൻറ്റ് മീൻ യൂണിവേഴ്സൽ. ഓർഗാനിക് പ്രൊഡക്റ്റുകൾ
നമ്മുടെ സ്കിന്നിന് വൈറ്റനിങ് നൽകുമോ അല്ലെങ്കിൽ ഫെയർ നൽകുമോ? എന്നാൽ ഓർഗാനിക് പ്രോഡക്റ്റുകൾ നമ്മുടെ സ്കിന്നിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ അതിന് സാധിക്കില്ല. എന്നാൽ ടാൻ റിമൂവ് ചെയ്യാനും ഡൾനെസ് കുറക്കാനും പിഗ്മെൻറ്റേഷൻ മാറ്റാനും എല്ലാം അത് സഹായിക്കും. ഒരു ഗ്ലോ തരാനും അതിന് കഴിയും. എന്നാൽ ഓർഗാനിക് പ്രൊഡക്റ്റ് ഒരു മാജിക് അല്ല. ഇത് ഒരു നാച്ചുറൽ സപ്പോർട്ട് സൊല്യൂഷനാണ്. അതുകൊണ്ട് ഈ എനർജക്സ് നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നു. ഒരു ലോങ് ടൈം ഹെൽത്തി എനർജക്സ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇൻസ്റ്റൻറ്റ് ബ്യൂട്ടി. ഐ പ്രോമിസ് ലോങ് ടൈം ഹെൽത്തി സ്കിൻ. ഐ ഡോണ്ട് പ്രോമിസ് ഇൻസ്റ്റൻറ്റ് ബ്യൂട്ടി. ഇതാണ് എനർജക്സിൻ്റെ തിയറി. ഞാനൊന്ന് ചോദിക്കട്ടെ, ചില ആഡുകളിൽ നമ്മൾ കാണാറുണ്ട് 3 ദിവസം കൊണ്ട് ഗ്ലോയിങ്, 4 ദിവസം കൊണ്ട് ഫയർനെസ്, അതുപോലെ ഈ ഇൻസ്റ്റൻറ്റ് ബ്യൂട്ടി എന്നൊക്കെ. ഇതൊക്കെ ശരിയാണ്? ഇങ്ങനെ ചെയ്യാൻ ഒരു ഓർഗാനിക് പ്രോഡക്റ്റിന് കഴിയുമോ? ഇല്ല, ഒരിക്കലും ഇത് കഴിയില്ല. ഇത് കഴിയണമെങ്കിൽ അതിൽ കടുത്ത സ്റ്റീറോയിഡുകളും കെമിക്കലുകളും ഉപയോഗിച്ചുകൊണ്ട് വൈറ്റനിങ് ഏജൻറ്റും ഉപയോഗിച്ചുകൊണ്ട് അത് റിസൾട്ടിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. മറിച്ച് അവിടെ ഹീൽ ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. എന്നാൽ ഈ എനർജക്സ് വാഗ്ദാനം നൽകുന്നത് ലോങ് ടൈം ഹെൽത്തി സ്കിന്നിനാണ്. അതുകൊണ്ട് തന്നെ എനർജക്സിൻ്റെ തിയറി തന്നെ ലോങ് ടൈം ഹെൽത്തി സ്കിൻ ബ്യൂട്ടി എന്നുള്ളതാണ്. ഇതാണ് യഥാർത്ഥ ബ്യൂട്ടി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്കിന്ന് ബ്രീത്ത് ചെയ്യുന്നു, ഓയിൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, സ്ലോലി ആയിട്ടും സേഫായിട്ടും സ്കിന്നിനെ റിപ്പയർ ചെയ്തുകൊണ്ട് റിസൾട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഞാൻ ഫേക്ക് പ്രോമിസ് ചെയ്യില്ല. സ്കിൻ ഡാമേജ് ചെയ്തുകൊണ്ട് ഗ്ലോ കാണിക്കില്ല. പേഷ്യൻസ് ആയവർക്ക് പെർമനൻ്റ് ബെനിഫിറ്റ് നൽകും. ബ്യൂട്ടി ഒരു ഇവൻ്റ് അല്ല, മറിച്ച് ഒരു ജേണിയാണ്. എനർജക്സ് ഓർഗാനിക് ചെയ്യുന്നത് നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റും ഹോണസ്റ്റിയും റൈറ്റ് പ്രോസസ്സിങ്ങും ഹൈജീനും ഹോണസ്റ്റിയുമൊക്കെയാണ് എനർജക്സിൻ്റെ മുഖമുദ്രകൾ. ഞാൻ 3 ദിവസം കൊണ്ടോ 7 ദിവസം കൊണ്ടോ ഗ്ലോ തരും, ഫയർ തരും എന്ന് ഞാൻ പറയില്ല. നിങ്ങൾ കൺസിസ്റ്റൻസിയായി ഉപയോഗിച്ചാൽ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഗ്ലോ തരാനും ഇതുകൊണ്ട് ഫയർ തരാനും ഈ പ്രോഡക്റ്റുകൾക്ക് കഴിയും എന്നേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ റെഗുലറായി യൂസ് ചെയ്താൽ ഗ്രാജ്വലി നിങ്ങളുടെ സ്കിൻ ഹെൽത്തിയാവും. അവസാനമായി ഞാൻ പറയുന്നു, നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് നിങ്ങളുടെ സ്കിന്നിന് ഫയറാണോ വേണ്ടത്, അതല്ല 2 മാസം ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഹെൽത്തി സ്കിന്നാണോ വേണ്ടത്? എന്നാൽ എനർജക്സ് പ്രോമിസ് നൽകുന്നു ലോങ് ടൈം ബ്യൂട്ടി. ഐ ഡിഡ് നോട്ട് പ്രോമിസ് ഇൻസ്റ്റൻറ്റ് ബ്യൂട്ടി.